എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയത്. ഫെബ്രുവരി 25 നടന്ന ഈ പ്രസംഗം ഒരു സാധാരണ പ്രസംഗമല്ല. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൻ്റെ പുതിയ അധ്യായം തുറന്നുകൊണ്ട് ഭീകരവാദത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ച ഒരു സുപ്രധാന സംഭവം എന്ന നിലയ്ക്ക് വേണം ഈ പ്രസംഗത്തിനെ കാണാൻ. ഈ പ്രസംഗം എന്തുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രിയുടെ സാധാരണ പ്രസംഗത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആദ്യം തന്നെ ഇതിൻ്റെ വസ്തുത, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ നടത്തുന്ന ആദ്യത്തെ പ്രസംഗമാണിത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രിക്ക് അവിടെ വെച്ച് ഔദ്യോഗിക ബഹുമതി ലഭിച്ചു. ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തിനുള്ള പ്രതീകമായിട്ട് അദ്ദേഹം അത് സമർപ്പിച്ചു. അതിനുശേഷമുള്ള പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പുരാതനമായിട്ടുള്ള രണ്ട് സംസ്കാരങ്ങളുടെ പാരസ്പര്യത്തിനെക്കുറിച്ച് സംസാരിച്ചു. ജനാധിപത്യ മൂല്യങ്ങളിലൂടെ പങ്കിട്ട ബന്ധത്തിനെക്കുറിച്ച് സംസാരിച്ചു. ഇന്ത്യയിലുള്ള ജൂതന്മാരുടെ ആഴത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കേരളത്തിനെക്കുറിച്ച് സംസാരിച്ചു. ഇസ്രായേലിലെ ഇന്ത്യൻ യഹൂദ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ ഇസ്രായേൽ അവരുടെ പിതൃഭൂമിയും ഇന്ത്യ അവരുടെ മാതൃഭൂമിയുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. പക്ഷേ അതിനൊക്കെയും അപ്പുറത്തേക്കാണ് അദ്ദേഹം ഭീകരവാദത്തിനെതിരായി സംസാരിച്ചത്. ഇസ്രായേലിനൊപ്പം നമ്മുടെ രാജ്യം നിലകൊള്ളുന്നു എന്ന് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നടത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് ഈ പ്രസംഗത്തിനെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ നാട്ടിലും നിരവധി ഹമാസ് ഫാൻസ് ഉണ്ട്. അവർക്കെല്ലാവർക്കും കണ്ണീര് മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം സമ്മാനിക്കുന്നത്. എങ്ങനെയാണ് ഹമാസിനെതിരായ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ആ പ്രസംഗം ചരിത്രപരമാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. പ്രധാനമന്ത്രി ഇവിടെ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേവലം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെ പ്രതീകമായിട്ട് മാത്രമല്ല പറയുന്നത്. മറിച്ച് ഒരേ തരത്തിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ, ആ രാജ്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പാരസ്പര്യത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം സിദ്ധിച്ച കുറേയധികം തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ പഹൽഗാമിലെത്തി നിരപരാധികളായിട്ടുള്ള സിവിലിയൻസിനെതിരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ആ സമയത്ത് നമ്മുടെ രാജ്യം എങ്ങനെയാണോ ഭീകരവാദത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്, തിരിച്ചടി നൽകിയത്, അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുൻപേ അനുഭവിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു വലിയ ജനവിഭാഗം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഹമാസിൻ്റെ മനുഷ്യത്വ വിരുദ്ധരായിട്ടുള്ള തീവ്രവാദികൾ അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത്. നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആൾക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിനെതിരായിട്ടുള്ള തിരിച്ചടിയാണ് പിന്നീട് ഹമാസിനെതിരെ നമ്മൾ കണ്ടത്. പലപ്പോഴും നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ, സിവിലിയൻ സ്ഥാപനങ്ങളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ആശുപത്രികളെ ഒക്കെ തന്നെ കവചമായി കരുതിക്കൊണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹമാസിൻ്റെ തീവ്രവാദികളൊക്കെ തന്നെ ശ്രമിച്ചത്. അങ്ങനെ തീവ്രവാദം നേരിടുന്ന രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ, അതിശക്തമായിട്ടുള്ള തിരിച്ചടി തീവ്രവാദത്തിന് നൽകിയിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ, അങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യം പങ്കിടുക, സഹകരണം പങ്കിടുക എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചരിത്രപരമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി ശ്രീ മോദി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ അതിശക്തമായിട്ടുള്ള സുവ്യക്തമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് ഹമാസിനെതിരെ നടത്തിയത്. നമ്മുടെ നാട്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പലരും പറയാറുണ്ട്, നമ്മുടെ നിലപാട് പാലസ്തീനൊപ്പമാണല്ലോ, എന്നാൽ നമ്മൾ അതേസമയം തന്നെ ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്നുണ്ട്. പാലസ്തീനൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഹമാസിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ. എല്ലാ സമയത്തും ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്നിരിക്കുന്ന ആക്രമണത്തിനെ നമ്മുടെ രാജ്യം, നമ്മുടെ ഔദ്യോഗിക പ്രതിനിധികൾ തള്ളിപ്പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അതിലേറ്റവും സുവ്യക്തമായിട്ടാണ് ഇത്തവണ പ്രധാനമന്ത്രി മോദി തന്നെ, അതും ഇസ്രായേൽ പാർലമെൻറ്റിൽ വെച്ച് ഈ കാര്യത്തിലുള്ള പിന്തുണ അറിയിച്ചത്. ഇന്ത്യയുടെ പിന്തുണ പാലസ്തീൻ എന്ന രാജ്യത്തിനോടാണ്, അതല്ലാതെ അവിടം കൈവശം വെച്ചിരിക്കുന്ന ഹമാസ് എന്ന തീവ്രവാദ സംഘടനയോടല്ല. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ, നിരപരാധികളായ മനുഷ്യർക്ക് നേരെ നടത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണത്തിനെ പ്രധാനമന്ത്രി വിളിച്ചത് ബാർബേറിക് ടെററിസ്റ്റ് അറ്റാക്ക് എന്നാണ്. അതായത് അങ്ങേയറ്റം പ്രാകൃതമായതും ക്രൂരമായതുമായ ഭീകരവാദ ആക്രമണം. വളരെ കൃത്യമായിട്ട് ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഇന്ത്യ ഹമാസിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവരോട് മറുപടി പറഞ്ഞിരുന്നു, നമ്മുടെ രാജ്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുക. അതല്ലാതെ ലോകത്തുള്ള എല്ലാ ഓർഗനൈസേഷനുകളെയും പരിശോധിച്ച് അതിൽ ഏതൊക്കെയാണ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു മന്ത്രാലയം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഹമാസ് നേരിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഭീഷണിയും അല്ലാത്തതുകൊണ്ട് അവരെ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകേണ്ടെന്ന് ആവശ്യമില്ല.
പക്ഷേ എങ്കിലും ഇന്ത്യക്ക് ഹമാസിനോടുള്ള നിലപാട് എന്താണ് എന്ന് മറ്റാരുമല്ല പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് ഇസ്രയേലിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത്. ഒരു ഭീകരവാദ ആക്രമണം നടത്തുന്ന സംഘടന ഭീകരവാദ സംഘടന തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. താൻ ഇസ്രയേലിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജനതയുടെ ആഴത്തിലുള്ള അനുശോചനം കൂടിയാണ് കൊണ്ടുവരുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഓരോ ജീവനും അത് നഷ്ടപ്പെട്ടതിനും ഓരോ കുടുംബത്തിനും അവരുടെ ലോകം തകർന്നതിനും നിങ്ങൾ അനുഭവിക്കുന്ന വേദന ഞങ്ങളും അനുഭവിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ ദുഃഖം ഞങ്ങൾ പങ്കിടുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനോടൊപ്പം ഇന്ത്യ പൂർണ്ണമായിട്ടുള്ള കൺവിക്ഷനോടുകൂടി, ബോധ്യത്തോടുകൂടി, പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നു, ഈ നിമിഷവും ഇതിനപ്പുറവും എന്നാണ്. അറ്റ് ദിസ് മൊമെൻറ്റ് ആൻഡ് ബിയോണ്ട് എന്നാണ്. അതിന് പ്രതികരണമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ അവിടെ പാർലമെൻറ്റിലുണ്ടായിരുന്ന അംഗങ്ങളെല്ലാവരും എണീറ്റ് നിന്ന് ദീർഘസമയം കൈയടിച്ചാണ് ഇന്ത്യയുടെ ആ പിന്തുണയ്ക്ക് അവർ നന്ദി പ്രഖ്യാപിച്ചത്. ഇത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം ഭീകരവാദത്തിനോട് ഇന്ത്യക്ക് സഹിഷ്ണുതയില്ല, സീറോ ടോളറൻസ് ആണ്. അത് അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുന്നുണ്ട്. ഒരു കാരണവും സിവിലിയന്മാരുടെ കൊലപാതകത്തെ ന്യായീകരിക്കില്ല എന്നും ഒന്നും ഭീകരവാദത്തെ ന്യായീകരിക്കില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. നോ കോസ് ക്യാൻ ജസ്റ്റിഫൈ ദ മർഡർ ഓഫ് സിവിലിയൻസ്, നത്തിങ് ക്യാൻ ജസ്റ്റിഫൈ ടെററിസം. ഒരു നവംബർ 26 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ വേദന ഇന്ത്യക്ക് അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രസംഗം ചരിത്രപരമാണ് എന്ന് പറയുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഭീകരവാദത്തിനെതിരെ ലോകത്തിന് അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ പ്രധാനമന്ത്രി നൽകിയത്. ഭീകരവാദം ലോകത്ത് എവിടെയാണെങ്കിലും അത് ആഗോള സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. അതിനെതിരെ ആഗോള ഏകോപനം വേണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. 2, ഇന്ത്യ പാലസ്തീൻ കോസിനോടൊപ്പം നിൽക്കുമ്പോൾ പോലും പാലസ്തീൻ കോസിനെ ഹമാസ് പ്രതിനിധീകരിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഇസ്രയേലിനോടൊപ്പം ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒക്ടോബർ 7 ശേഷമുണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ. 3, ഗാസ പീസ് ഇനിഷ്യേറ്റീവിനെ നമ്മുടെ രാജ്യം പിന്തുണയ്ക്കുന്നുണ്ട്. പാലസ്തീൻ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് നീതിപൂർവകവും ശാശ്വതവുമായിട്ടുള്ള സമാധാനം ആ മേഖലയിൽ വരണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള പാലസ്തീൻ കോസിനും ഇസ്രായേലിൻ്റെ കോസിനും ഒപ്പം നിൽക്കുന്ന ഒരു സമീപനം. പക്ഷെ ഒരിക്കലും അത് ഹമാസ് അനുകൂലമല്ല, ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട ഒരു ധൈര്യവും വ്യക്തതയും അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനോട് സീറോ ടോളറൻസ് ആണ്, ഒരു തരത്തിലുമുള്ള ഇരട്ടത്താപ്പ് ആ വിഷയത്തിലില്ല, നോ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാണ്. സത്യത്തിൽ ഈ പ്രസംഗം ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ, സാങ്കേതിക വിദ്യയിൽ, സാമ്പത്തിക മേഖലയിലൊക്കെ തന്നെ സഹകരണം വർദ്ധിപ്പിക്കാനായിട്ട് വഴിയൊരുക്കുന്നുണ്ട്. ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യം വളരെ ശക്തമായിട്ടുള്ള എന്നാൽ തത്വബദ്ധമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് നിലകൊള്ളുന്നു എന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. ആഗോള ഭീകരവാദത്തിനെതിരെ നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിയ ഈ ശബ്ദം നമുക്കെല്ലാവർക്കും പ്രചോദനമാകേണ്ടതാണ്. ഹമാസിനെ അനുകൂലിക്കുന്ന നിരവധി ആൾക്കാർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഹമാസിനോട് പരസ്യമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയെ അല്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട്. ഈ ആൾക്കാരുടെ മുഖത്തിനേറ്റ അടിയാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഒരു തീവ്രവാദ സംഘടന അല്ലല്ലോ എന്ന് നാളിതുവരെ പറഞ്ഞു നടന്നിരുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി ഇനി ചോദിക്കാവുന്ന ചോദ്യമാണിത്. നമ്മുടെ പ്രധാനമന്ത്രി പരസ്യമായി നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മാറ്റുമോ എന്ന്. മനുഷ്യരാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നതെങ്കിൽ 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ കൊല ചെയ്യപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള മനുഷ്യരെ, അവരുടെ വേദനയെ, അവരുടെ കുടുംബങ്ങളുടെ അനാഥത്വത്തിനെ ഒക്കെ തന്നെ നമ്മൾ കാണേണ്ടതാണ്. അത് കാണാതെ കേവലം മതപരമായിട്ടുള്ള ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മത തീവ്രവാദ സംഘടനയ്ക്ക് പിന്തുണ നൽകുക, അവർക്ക് വേണ്ടി കഫിയ ധരിക്കുക, അവരുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഓട്ടോറിക്ഷകളിലടക്കം പ്രദർശിപ്പിക്കുക, ഇവിടുത്തെ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ തന്നെ വേദികളിൽ പ്രദർശിപ്പിക്കുക, ഈ പറയുന്നതൊക്കെ തന്നെ മനുഷ്യത്വ വിരുദ്ധമാണ്, അങ്ങേയറ്റത്തെ മതപ്രീണനമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് സമാധാനവും സുരക്ഷയും വേണമെങ്കിൽ ഭീകരവാദത്തിനോട് ഒരു തരത്തിലുള്ള സമരസപ്പെടലും ഇല്ലാതെ നമ്മൾ സ്വതന്ത്രമായി നിലകൊള്ളുക എന്നത് തന്നെയാണ് വേണ്ടത്. അത് വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നു. നമ്മുടെ ഹമാസിനോടുള്ള സമീപനം ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. അതുവഴി അന്താരാഷ്ട്ര രംഗത്ത് നൽകിയിരിക്കുന്ന ഒരു സന്ദേശം മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഹമാസ് അനുകൂലികൾക്ക് നൽകിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ള താക്കീത് കൂടിയാണ്. പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം ചരിത്രപരമാണ് എന്ന് ഞാൻ പറയുന്നതിന് കാരണം. ഭീകരവാദം തുലയട്ടെ, സമാധാനം നിലനിൽക്കട്ടെ, ജനാധിപത്യം പുലരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി. ഷാലോം. ജയ് ഹിന്ദ്.